ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോർച്യൂണർ ബുക്ക് ചെയ്തിരുന്നു. അത് ഇന്നാണ് വാങ്ങാൻ പോകേണ്ട ഡേറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ റാക്സർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും പുറത്ത് പോകാം ഗൈസ്. അവനവിടെ എത്തിയിട്ടുണ്ട്. ഓണടിക്കുന്നിട്ടാണ്. എടാ എന്താടാ നീ രാവിലെ തന്നെ വന്നിട്ട് ഓണടിക്കലാണല്ലോ. പിന്നെ നിങ്ങളല്ല പറഞ്ഞത് രാവിലെ തന്നെ വരാനേ. നിങ്ങൾ പറഞ്ഞോണ്ടാണ് ഞാൻ രാവിലെ തന്നെ വന്നത്. എന്നിട്ട് നിങ്ങൾ ഉറങ്ങല. നിന്നോട് ഞാൻ 8 മണിക്കൊന്നും വരാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു 10 മണിയാകുമ്പം വരാൻ പറഞ്ഞിരുന്നല്ലേ ഉള്ളൂ. നീ ഇതിന് ഇത്ര വേഗം വന്നേ? നീ ഏതായാലും വണ്ടി കയറ്. ഇതാണല്ലോ എൻ്റെ ഫോർച്യൂണർ. നൈസാണ് കേട്ടാ. കുഴപ്പമില്ല, രസമുണ്ട്. അതൊക്കെ എത്രയേ ഉള്ളൂ. നിങ്ങളാ ഷട്ടറങ്ങടക്കി വല്ല കളമാറം കണ്ടും കയറണ്ട. വീട്ടിൻ്റെ ഉള്ളിൽ കയറി കളി. നിങ്ങളേതായാലും വണ്ടി കയറി. നമുക്ക് വേഗം പോകണം. അങ്ങ് എത്തണ്ടേ, ട്രോപ്പിക്സിൽ എത്തണ്ടേ, പിന്നെ ലേറ്റ് ആവും. നീ ഏതായാലും വണ്ടി എടുക്ക്. നമുക്ക് എടുക്ക്. എടാ ഫോർച്യൂണർ ഏതായാലും നൈസ് വണ്ടിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഹൈറ്റുള്ള വണ്ടിയായിട്ട് വേഗം പോകാൻ. എൻ്റെ ഫോർച്യൂണർ കാണാൻ പൂതിയാണ്. കളറെല്ലാം അടിച്ച് അവിടെ മിന്നിച്ച് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഏതായാലും വേഗം പോയേക്കാം. എനിക്കും വണ്ടി കാണാൻ പൂതിയാണെന്നാ. ട്രോഫിക്സ് ഏറെത്തണ്ടേനി പോയെങ്കിൽ പെട്രോൾ അടിക്കണം. പെട്രോൾ കുറവാ. പിന്നെ അന്നാ എൻ്റെ വണ്ടി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിൻ്റെ വണ്ടി ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് സാധനം. ഇങ്ങനത്തെ വണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ലോണം വർക്ക് ചെയ്തണം. ബോഡി കിറ്റൊക്കെ അടിച്ചിട്ട്. ഞാൻ പക്ഷേങ്കിൽ റൂഫ് ബോക്സിന് പറഞ്ഞിട്ടില്ല കേട്ടോ. റൂഫ് ബോക്സ് എന്തോ എനിക്ക് അത്ര പിടിച്ചില്ല. റൂഫ് ബോക്സ് വെക്കണ്ടെന്ന് വിചാരിച്ചു. റൂഫ് ബോക്സ് ഓൾഡ് ഫോർച്യൂണറിനാണ് മാച്ച്. ഈ ന്യൂ ഫോർച്യൂണറിന് ഒരു രസമില്ലാത്ത പോലെ. പിന്നെ ഇൻറ്റീരിയർ കാണുന്നില്ല. അത് CPM-നോട് ഒരു ഇത് പറയണം. ഇൻറ്റീരിയർ കാണാൻ പറ്റുന്ന രീതിയിലാക്കാൻ അടുത്ത അപ്ഡേറ്റിലെങ്കിലും അത് കൊണ്ടുവരാൻ പറയണം. ഇൻറ്റീരിയർ കാണാനും കൂടി കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും നമ്മുടെ ഗെയിം. വേറെ ആടെ ഇൻറ്റീരിയർ ഇത് എൻ്റെ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ഇൻറ്റീരിയർ കാണുന്നില്ല. അതെ അതെ അതെ. നമുക്ക് ഏതായാലും ട്രോഫിക്സ് ആരെ വണ്ടി ഓടിക്കണം. അതിനും കാട് ഇരുന്നാൽ മതി. പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾക്കാട് വെറുതെ ഇരുന്നാൽ പോരെ. ഞാൻ പറയല്ലേ ഉള്ളൂ. എടാ എന്നാൽ വണ്ടി കൊണ്ടാടാ ഞാൻ ഓടിച്ചോളൂ. ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഓടിച്ചും. ഇപ്പം ഞാൻ ഓടിക്കും. അത് വേണ്ട. എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അന്നൊന്നും പാട്ടൊന്നുമില്ല. ഇന്നലെ ഭയങ്കര പാട്ടെല്ലാം പാടുന്നുണ്ടല്ലോ. പാട്ട് പാടാമെങ്കിൽ പാടാം. എനിക്കൊരു വിഷയമില്ല. അണ്ണൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്നാ നീ ഒരു പാട്ട് പാട്. ഓക്കെ അമ്മ. റെഡി? 1 2 3 സ്റ്റാർട്ട്. തൂക്കിച്ചു വന്ന കരങ്ങളോടെ 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 തൂക്കേ. നീ ഇപ്പോഴത്തേക്ക് വായ ടൂങ്ങുണ്ടോ അതിനാ? നടക്കട്ടെ. നീ ഏതായാലും വണ്ടി ഓടിക്കും. കുറച്ച് കഴിയുമ്പോൾ ഓടിക്കാൻ തരണേ. അത് ഞാൻ തരൂ. നിങ്ങൾ പേടിക്കുന്ന പാടോ. നിങ്ങൾക്ക് ഞാൻ വണ്ടി ഓടിക്കാൻ തരൂ. നിങ്ങൾ നിന്നെ ഓടിക്കുന്നേ, ഞാൻ വണ്ടി ഓടിക്കാൻ തരൂലേ. എടോ ഒന്ന് നീ വൃത്തിക്ക് വരാടായിരുന്നു. വെയിറ്റാക്കെ നമുക്കൊരു കോള് വരുന്നുണ്ടേ. ഹലോ, ഓക്കെ. ആരടാ അത്? ഏത് ഭാഷയത്? അതെന്റെ മച്ചുവാണമ്മ. ഇന്നക്കറിയില്ല. കൊറേ നാളായി. ബംഗാളിയാം. ബംഗാളിനെയൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടിയതാ? അതാണ് ഞാൻ ബാർപ്പിൻ. ബാർപ്പിന്റെ പണിക്കൊക്കെ ഉണ്ടല്ലേടാ കള്ള. നീ അങ്ങനെയാണല്ലേ നീ പൈസ ഉണ്ടാക്കുന്ന കള്ള? അതമ്മ ഞാൻ വീട്ടിൽ വെറുതെയിരിക്കുമ്പം പോന്നെയാണ്. നിനക്ക് പൈസ ആവശ്യമുണ്ട് എന്നോട് ചോദിച്ചാൽ പോരാടാ. നീ എന്തിനാ ബാക്കിയുള്ള ആളെല്ലാം പണിക്കൂന്ന്? അതും ബംഗാളിന്റെ പേരോ? അണ്ണനോട് ഞാൻ പൈസ അങ്ങനെ മേടിക്കാറില്ലല്ലോ. കാറ് മോഡിഫിക്കേഷൻ ചെയ്യാനല്ലേ പൈസ മേടിക്കാനുള്ളൂ. എൻ്റെ ചെലവിൻ്റെ പൈസ നടത്തുന്നത് ഒരു 100 റുപ്യ. പാല് കുടിക്കാനും പിന്നെ തിന്നാനും. പാലാ? നീ പാല് കുടിക്കലുണ്ടാടാ കള്ള? എന്താണത്? കുഞ്ഞുകുട്ടിയാ? അതെന്നാ പാല് കുടിച്ചാൽ കുറച്ച് വെളുപ്പ് വരും. നല്ലോണം പൊടിച്ചാൽ പെണ്ണുങ്ങനെ സെറ്റാവും. അത് അണ്ണയ്ക്കൊന്നും തിരിയൂല പറഞ്ഞാൽ. നടക്കട്ടെ.
ഏതായാലും ഷോറൂം എത്താനായി. നമ്മുടെ ഫോർച്യൂണർ കാണണം നമുക്ക്. വേഗം നീ വേഗം വണ്ടി എടുക്ക്. എത്തി. ഷോറൂം എത്തിയേ. അണ്ണൻ ഈ റൂട്ട് കയറ്റിയല്ലേ? ഞാൻ എന്നാലും അപ്പുറത്ത് റൂട്ട് കയറ്റിയേ. ഈ റൂട്ട് കയറ്റിയാലമ്മ അതിന് ആനല്ലോ ചോദിക്കണ്ടേ എന്നോട്. ഏതായാലും നാടെ പാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് നേരെ ഉള്ളിൽ കയറാം. ഉള്ളിൽ പോയിട്ട് എല്ലാം സെറ്റാക്കണം. വേഗം വാ. നീ ഇറങ്ങ്. വാ നടക്ക്. മട. അണ്ണൻ വേവാ. അണ്ണനങ്ങ് ആടെ നോക്കിക്കുന്നു. വാ, അണ്ണൻ വന്നാലല്ലേ പോകാൻ കഴിയും. വാ വേഗം വാ. ഫോർച്യൂണർ നോക്കാൻ പൂതിയാന്ന്. നിക്കടാ, എത്തിയില്ലേ ഷോറൂം. ഇതാ വീടിന്ന് ചെറുങ്ങനെ കാണുന്നുണ്ട്. നീ കണ്ടില്ലേ? നാളത്തെ വേണ്ട, ഗ്ലാസിന്റെ ഉള്ളിലൂടെ കാണുന്നുണ്ട് എനിക്ക്. അതാ കാണുന്നു അണ്ണന്റെ ഫോർച്യൂണർ. എന്റെ അമ്മൂന് കളറ് നൈസ്. അണ്ണന്റെ കളർ ഏതായാലും പൊളിച്ച് ലൈറ്റ് ഗ്രീൻ തന്നെ. എന്റെ മോനെ കേളിപ്പച്ച. ഇതാണ് കളറെന്നാ. നമ്പർ പ്ലേറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ ലിൻസ വൈറ്റിന്. യൂട്യൂബിന്റെ പൊളിച്ചമ്മ ലോഗോൺ ഡിസൈൻ ചെയ്ത് ഏതാ സാധനം. അണ്ണൻ ഏതായാലും വിളിക്കേ. നമുക്ക് മോലാലിനെ വിളിക്കാം. നീ ഏതായാലും ഉള്ളിൽ വാ. ഉള്ളിൽ നമുക്കെല്ലാം സെറ്റാക്കാം. വാ. റോഡ് ചോദിച്ചിട്ട് നമുക്ക് കാറെല്ലാം കാണിച്ചു തരും. നീ പേടിക്കുന്ന വേണ്ട. ഇൻറ്റീരിയറെല്ലാം ഒന്ന് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫോർച്യൂണർ കളറൊക്കെ അടിച്ച ശേഷിണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഇതാണ് ഫോർച്യൂണർ കാണാൻ പോയതാണ്. നമ്മള് ഫോർച്യൂണർ ലൈറ്റ് ഗ്രീൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറൊക്കെ നൈസാക്കി ശേഷിണ്ട്. ഇതാണ് നമ്മുടെ ഫോർച്യൂണർ വരുന്നത്. പിന്നെ ഫണ്ടൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏതായാലും നീറ്റ് ആൻഡ് ക്ലീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കേതായാലും ഇഷ്ടപ്പെട്ട്. അടിപൊളി വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഞാൻ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഒന്നിക്കൽ വരും. അന്നേരം നിങ്ങൾക്ക് പറ്റൂലേ ചെയ്യാൻ? അതിനെ വന്നോളൂ. ഇവിടെ എല്ലാ വർക്കാണ്. ഫോർച്യൂണറിന്റെ എല്ലാം ചെയ്തരൂട. മോഡിഫിക്കേഷനും വീലും മാറ്റലെല്ലാം അലവ് എല്ലാം മാറ്റിത്തരും. അലവിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഏതായാലും ഇനി ഇന്റീരിയർ എല്ലാം കണ്ടോക്കൂ. അതാണ് ഇന്റീരിയർ വരുന്നത്. അണ്ണം നോക്കി നമുക്കിത് എടുത്തിട്ട് പോരക്കോണം. കാണാൻ എന്ത് രസാണ്. ഈ കളർ എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. എന്റെ ഫോർച്യൂണറിന് ഈ കളർ അടിച്ചാലൂ എനിക്കൊരു ആലോചന ആണ്. എന്റെ അഭിപ്രായം അടിക്കുന്നതെല്ലാം അടിച്ചോ, ഒന്നും നോക്കണ്ട. നമ്മുടെ രണ്ടുപേരുടെ ഫോർച്യൂണർ ഈ കളർ അടിച്ചാൽ നൈസായിരിക്കും. നീ നോക്ക്, എനിക്ക് ഇഷ്ടമുണ്ടേ അടിച്ചോ. അണ്ണൻ ബോണറ്റ് നൈസ് കേട്ടോ. അണ്ണാ അന്നേരത്തെ പണണ്ട എന്ത് നമ്മ നോക്കണാടാ. നിനക്കെന്തിനാടാ മണോ? അവൻ്റെ ഒരു പെട്രോൾ മണത്തിന് ഇങ്ങനെ മണക്കറ്. ആസിഡാന്ന്. എനിക്കറിയാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ? ഞാൻ പണ്ട് P6 പഠിച്ചിട്ടുണ്ട്. P6 ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. പിന്നെ സോഡിയം ആസിഡ് ഉണ്ട്. പിന്നെ അയണോൾ ആസിഡ് ഉണ്ട്. പിന്നെ ജന്തി ആസിഡ് ഉണ്ട്. പിന്നെ ഗ്രമ്മി ആസിഡ് ഉണ്ട്. കുറേ ആസിഡ് അങ്ങനെ ഉണ്ട്. ടോട്ടലി 16 ആസിഡാണ് ഉള്ളത്. അതിലൊന്നാണ് ഈ പെട്രോളത്തിൻ്റെ ആസിഡ്. പെട്രോളിയം ആസിഡ് അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ മണമാണ്. പിന്നെ അത് പണ്ടത്തെ മൃഗങ്ങൾ ചാവുമ്പോൾ ആവുന്ന ഒരു സംഭവമാണ്. കുറേ വർഷത്തിന് ശേഷം പെട്രോളാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യം വരുന്നുണ്ട്. പിന്നെ ബയോളജിയിലും കുറേ പഠിക്കാനുണ്ടെന്നാ. നീ പഠിപ്പിയാണല്ലേ പണ്ടേ? നല്ല വിവരം ഉണ്ടല്ലോ എനിക്ക്. അപ്പൊ സാറേ, നമുക്കിന്ന് ചാവി കൈമാറിയിട്ട് എന്നാലും വിട്ടേക്കല്ലേ? അപ്പൊ ചാവി കൈമാറിയിട്ട് നമ്മൾ ഏതാനും പോയേക്കാം. വേറെ സെറ്റാക്കിയാൽ നമുക്ക് ഏതാനും പോകൻ. അന്നാ വേനോക്ക് നോക്കാൻ പറ. നിങ്ങളെന്താ കളിക്കുന്ന? വേഗം പോകണ്ടേ? നമുക്ക് ഓടിക്കാൻ തരണേ ഈ ഫോർച്യൂണർ. നിനക്കാണ് ഓടിക്കാൻ തരൂ. നീയാണ് നമ്മളെ ഡ്രൈവർ. അപ്പോ സാറേ, എന്നാ ചാവി നിങ്ങൾ സൂക്ഷിച്ചു പോവും. അപ്പോ ഏതായാലും നിങ്ങൾ എന്തായാലും നേരെ വിട്ടും. അണ്ണാ പുറത്തുണ്ടാവേ. ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്താ. നിങ്ങളവിടെ നിന്നു. ഓക്കെ. ആടാ, നീ എന്നാ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഞാൻ എന്തായാലും കയറി വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ വണ്ടിയൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ റാക്സർ പുറത്താണുള്ളത് ഗൈസ്. അവൻ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത്.
അപ്പോൾ ഗൈസ് നമുക്ക് ഏതായാലും ഇതിലൂടെ അങ്ങ് കീ ചേക്കാം ഗൈസ്. ഇതിലൂടെ കീ എന്ന് വിശ്വസിക്കാം, കീയും ഗൈസ്. പോകാം ഗൈസ്, നമുക്ക് കുറച്ച് റിവേഴ്സ് എടുക്കാം ഗൈസ്. റാക്സർ അവിടെ കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും ഇതിലൂടെ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ടൈം നിർത്തിയിടാം ഗൈസ്. റാക്സർ ഏതായാലും ഫോട്ടോ എടുക്കട്ട്, എന്നിട്ട് നമുക്ക് പോകാൻ നോക്കുമ്പോൾ കാണാം. നീ വേഗം കയറി ബേക്കിലിരുന്നല്ലേ ആളാ, നീ എന്നെ ഡ്രൈവറാക്കിയല്ലേ. ഉള്ള തരാം ഞാൻ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഇൻറ്റീരിയറും എല്ലാം? നിൻ്റെ ഫോർച്യൂണർ ഇപ്പം എങ്ങനെ എടുക്കുക? എൻ്റെ ഫോർച്യൂണർ എൻ്റെ ചങ്ങായി വന്നെടുത്തോളൂ, ഞാൻ നിങ്ങൾ ഓടിക്കണ്ട. ഫോർച്യൂണർ നിങ്ങളെ ഫോർച്യൂണർ നൈസാക്കി, അത്രക്കും നല്ല കളറ്, എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ട്. നിങ്ങളെന്നാ പോകാതെ കുറച്ച് ഫാസ്റ്റിലങ്ങ് കത്തിക്ക്. പോകാം. എൻ്റെ എന്തോ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോബ്ലം എടുത്ത പാടുന്നു തുടങ്ങിയാ. പ്രോബ്ലം എല്ലാം അവിടെ എത്തിക്ക്. നിങ്ങൾ ഏതായാലും വേഗം പോകും, ഞാൻ ഓടിക്കണം. നിനക്ക് ആ പാലത്തിനാൾ നേരാം, അവിടുന്ന് നീ എടുത്തോ. ഓക്കെ, ആടുന്ന് ഞാനെടുക്കും. നീ എടുത്തോ, നിന്നോട് എടുത്തോന്ന് പറഞ്ഞില്ലേ. ഞാനെടുത്തോളൂ. നിങ്ങളിതിൽ ബേജാറാന്ന്. ഞാനെന്തിനു ബേജാറാന്ന്? നിനക്കല്ല ബേജാറാണ്ട്, നിനക്ക് തരൂ, നീ പേടിക്കൊന്നും വേണ്ട. ഇവിടുന്ന് ഏതായാലും നേരെ പുറക്കേക്ക് വിടാം കേട്ടോ. നമുക്ക് എന്തായാലും നീ വണ്ടി എടുക്കുക. അതൊക്കെ ഞാനെത്തി, നിങ്ങൾ ഏതായാലും വണ്ടിക്ക് വാ മാറ്. എടാ അപ്പം നീ പറപ്പിച്ചോ കേട്ടോ, ഒന്നും നോക്കണ്ട. നമ്മുടെ പുതിയ ഫോർച്യൂണർ അങ്ങനെ ഉണ്ട് നോക്ക്, മൈലേജൊക്കെ ടെസ്റ്റ് ചെയ്യും. അതൊക്കെ ഞാൻ ഏറ്റെന്നാ, നിങ്ങൾ വണ്ടിക്ക് നമുക്ക് സെറ്റാക്കാം. ഞാൻ വണ്ടി കേട്ട്. അയ്യോ, ബാക്ക് സീറ്റിൽ കയറിപ്പോയി. സീനൊന്നുമില്ല, നേരത്തെ പകരം വെച്ചോ. ഇപ്പൊ അതാണ് ശരിയായ ഡ്രൈവറെ. നിങ്ങൾ ബേക്കിൽ തന്നെ അങ്ങ് കയറിക്കണല്ലേ. അതിനെന്നാന്നിപ്പോ ഏതായാലും നേരെ പുറക്കേക്ക് വിടുക. ഇനി പുറക്കെത്തിയിട്ട് കാണാല്ലേ, വെറുതെ ലേഖടിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ഓൾമോസ്റ്റ് വീട്ടിലെത്താറായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ചാണ് പോകാനുള്ളൂ ഗൈസ്. എടാ അപ്പം നീ നേരെ വീട്ടിലേക്ക് വിട്ടോട്ടോ, ഇവിടെ നിർത്തണ്ട. ഞാൻ വീട്ടിൽ തന്നെ എടുത്തുന്നു. അവിടെ എടുത്താന്ന് വിചാരിച്ചു, പുതിയ ഫോർച്യൂണറല്ലേ, ഞാൻ എന്നെ ഫസ്റ്റ് വീട്ടിൽ കയറ്റാന്ന് വിചാരിച്ചു. നീ കയറ്റിക്കോ, കയറ്റുന്നതിന് ഒരു വിഷയമില്ല, നീ എന്നല്ലേ ഇവിടെ കയറ്റണ്ട അയാൾ. എടാ ഞാനേതായാലും ഇവിടെ ചെയ്യാൻ, നീ നേരെ പാർക്ക് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി ഏതായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫോർച്യൂണറൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. എടാ അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം. നീ ഏതായാലും നിൻ്റെ വീട്ടിലല്ലേ പോന്ന്? ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്, ഇവിടെ കിടക്കുന്നില്ല. ഇവിടെ പിന്നെ ഇടയാണ് താൻ എൻ്റെ ഫോർച്യൂണർ പുറക്കെത്തിയോ നോക്കണം. കൊണ്ടേച്ച് ഇന്നലെ പറഞ്ഞി അടുത്തിട്ട് ഇവിടെ വരാം ഞാനിപ്പോൾ. നിങ്ങളേതായാലും അപ്പോൾ പിന്നെ കാണാം. ശരി. അപ്പോൾ എന്നാൽ ശരിയാണോ, ഞാൻ എന്നാലും ഉള്ളിൽ പോയിനെ. അപ്പോൾ ഗൈസ് നമ്മളൊരു ഗിവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബിഗ്ഗസ്റ്റ് ഗിവ് അവേ ഉണ്ട്. അത് ഞാൻ 5K അടിച്ചാൽ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗൈസ്. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗിവ് അവേ ആണ് ഗൈസ്. അതിൻ്റെ പ്രൈസ് ഞാൻ പറയാത്തത് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സർപ്രൈസായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.